തികഞ്ഞ അഭിമാനത്തോടെയാണ് രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. 6 ദശാബ്ദത്തെ കഠിനാധ്വാനത്തിലൂടെയും ആസൂത്രണത്തിലൂടെയും ലോകത്തിലെ പ്രബല ശക്തിയായി രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി പോലും വായ്പാ യോഗ്യത കുറച്ചതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതം ലോകം എമ്പാടും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പും ലോകം ഇതുപോലുള്ള ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടിട്ടുണ്ട്. അന്നെല്ലാം നമ്മുടെ രാജ്യം അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോയി എന്നുള്ളത് ഏതൊരു ഭാരതീയനും സന്തോഷിക്കാൻ, അഭിമാനിക്കാൻ വക നൽകുന്നു. ജവഹർലാൽ നെഹ്റു അടിത്തറ പാകിയ ഇന്ത്യൻ സമ്പദ്ഘടന ഏത് വെല്ലുവിളിയെയും നേരിടാൻ സുസജ്ജമാണെന്ന് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. 2 പതിറ്റാണ്ട് കഴിയുമ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ പ്രബലമായ സാമ്പത്തിക ശക്തി ഇന്ത്യ ആയിരിക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളിൽ പട്ടാള ഭരണവും ഏകാധിപത്യ വാഴ്ചയും മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ഭാരതീയർ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാം. വിഘടനവാദികളും ഭീകരപ്രസ്ഥാനങ്ങളും കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ലെന്ന് ജനങ്ങൾ തെളിയിച്ചു. നമ്മുടെ ജനാധിപത്യത്തെ കോട്ടകെട്ടി സംരക്ഷിക്കുന്ന ജനങ്ങളുടെ മഹത്തായ ഇച്ഛാശക്തിക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഉജ്ജ്വലമായ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് നമുക്കുള്ളത്. ത്യാഗ നിർഭരവും സുദീർഘവുമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായ ഏടുകൾ ചരിത്രത്തിലില്ല. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ചോരയിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന് ഉദയം കൊണ്ട നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പവിത്രമായ ഒരു നിയോഗം പോലെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. നമ്മുടെ നാടിൻ്റെ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമര ചരിത്രത്തെപ്പറ്റി ഭാവി തലമുറയെ ബോധവൽക്കരിക്കാൻ നടപടികൾ ആവശ്യമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഭിമാനകരമായ മുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തിയ സ്വാതന്ത്ര്യ സമര ചരിത്ര മ്യൂസിയം തിരുവനന്തപുരത്തും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ 1ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഫ്രീഡം മെമ്മോറിയൽ വട്ടിയൂർക്കാവിലും സ്ഥാപിക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നതാണ്. പുതിയ തലമുറയിൽ ജനാധിപത്യ ബോധവും ദേശാഭിമാനവും വളർത്താനും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ത്യാഗപൂർണമായ ചരിത്രം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പാഠ്യപദ്ധതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ലോക സമ്പദ്ഘടനയോട് ഏറെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് കേരളത്തിൻ്റെ ഭദ്രത. കഠിനാധ്വാനികളായ മലയാളി സമൂഹം അവർ ജീവിക്കുന്ന അതാത് പ്രദേശങ്ങളുടെ സാമ്പത്തിക വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്നത് നമുക്കെല്ലാം അഭിമാനകരമായ കാര്യമാണ്. വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തോടൊപ്പം കേരളത്തിൻ്റെ വളർച്ചയ്ക്കും ഈ സാമ്പത്തിക സഹകരണം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആഗോള രംഗത്ത് ജോലി സാധ്യതകൾ കുറഞ്ഞുവെന്നത് കേരളത്തെ ഏറെ അലോസരപ്പെടുത്തുന്ന വസ്തുതയാണ്. ഇന്ന് ഏറെ മലയാളികൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിലുണ്ടായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അവരുടെ ജോലി സ്ഥിരതയ്ക്ക് ഭീഷണി ഉയർത്തുന്നു. പല രാജ്യങ്ങളിൽ നിന്നും ധാരാളം ഇന്ത്യക്കാർ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി പോന്നിട്ടുണ്ട്. സർക്കാർ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയമാണിത്. ലോകമെമ്പാടുമുള്ള അവസരങ്ങൾ ഇപ്പോൾ ഒന്നൊന്നായി കൊട്ടിയടയ്ക്കുമ്പോൾ കേരളത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ ജാലകങ്ങൾ തുറക്കണം. ഇത് ഒരു വെല്ലുവിളിയായിട്ടല്ല, ഇതൊരു അവസരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ സാധ്യതകൾ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. സാമ്പത്തിക വളർച്ച, നിക്ഷേപം, തൊഴിൽ, അടിസ്ഥാന സൗകര്യം തുടങ്ങി ഒട്ടുമിക്ക സാമ്പത്തിക സൂചികകളിലും കേരളം പിന്നിലായിരുന്നു. കേരളത്തെ ഏറെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള പദ്ധതികളെല്ലാം കഴിഞ്ഞ 5 വർഷമായി അനിശ്ചിതത്വത്തിലായിരുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പിലും നാം പിന്നോക്കം പോയി. സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവരുടെയും അസരണരായ ജനസമൂഹത്തിൻ്റെയും ജീവിതം ദുസ്സഹമാകുകയും ചെയ്തു. ഈ പ്രതിസന്ധിയെ ദൃഢനിശ്ചയത്തോടെ മറികടക്കാൻ ആവശ്യമായ പ്രവർത്തന പദ്ധതികൾ UDF ആവിഷ്കരിച്ചു കഴിഞ്ഞു.
100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതൊരു കർമ്മനിരതമായ ഗവൺമെൻറ്റാണ് എന്ന് ഒരു സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ വിവാദങ്ങളെ നടക്കുകയുള്ളൂവെന്നും വികസനം നടക്കുകയില്ല എന്നുമുള്ള തെറ്റിദ്ധാരണ തിരുത്താൻ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സാധിച്ചു. ജനങ്ങളെ ഏറെ നാളായി വലച്ചുകൊണ്ടിരുന്ന നിരവധി പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈ ദിവസങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചു. മൂലംപള്ളിയിലും മൂന്നാറിലും സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിന് വിജയം കണ്ടു. ചെങ്ങറയിൽ വിജയം കണ്ടുകൊണ്ടിരിക്കുന്നു. വികസനം പാവപ്പെട്ടവരുടെ ചെലവിൽ മാത്രമുള്ളതാണെന്ന ധാരണ തിരുത്തിക്കുറിച്ചു. സ്മാർട്ട് സിറ്റിയും കൊച്ചി മെട്രോയും വിഴിഞ്ഞം പദ്ധതിയും കണ്ണൂർ വിമാനത്താവളവുമൊക്കെ യാഥാർത്ഥ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചു. എൻഡോസൾഫാൻ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കാസർഗോഡ് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ 79 കോടി രൂപയുടെ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയും എൻഡോസൾഫാൻ ഇരകൾക്ക് സാമ്പത്തിക സഹായം നൽകിയും സർക്കാരിന് എൻഡോസൾഫാൻ വെറുമൊരു പ്രചരണ ആയുധമല്ലെന്ന് കാട്ടിക്കൊടുത്തു. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് വിപുലമായ എൻഡോസൾഫാൻ പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുവാനാണ് ഇന്ന് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ പാവപ്പെട്ടവർക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുഴുവൻ ആളുകൾക്കും 25 കിലോ അരി 1 രൂപയ്ക്ക് നൽകുന്ന പദ്ധതിയും അപേക്ഷ കൊടുത്താൽ ഉടൻ തന്നെ റേഷൻ കാർഡ് കൊടുക്കുന്ന പദ്ധതിയും ഓണത്തിന് ആരംഭിക്കാൻ തീരുമാനമിട്ടു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടവരുമായ 10,503 അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന സുപ്രധാനമായ തീരുമാനവും ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞു. ഈ സർക്കാരിൻ്റെ പ്രശ്നങ്ങളോടുള്ള മാനുഷിക സമീപനങ്ങളാണ് ഇതിൽ നിന്നെല്ലാം തെളിഞ്ഞു വരുന്നത്. 100 ദിന കർമ്മ പരിപാടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് സെപ്റ്റംബർ 11 ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം 1 വർഷം നീളുന്ന കർമ്മപരിപാടികളും നടപ്പാക്കുന്നതാണ്. കേന്ദ്ര സഹായത്തോടെ വികസനത്തിൻ്റെയും കരുതലിൻ്റെയും തുടർ ചലനങ്ങൾ കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുന്നു. തികച്ചും സുതാര്യവും അഴിമതിരഹിതവുമായി മാത്രമേ വികസന പദ്ധതികൾ നടപ്പിലാക്കിയുള്ളൂ. ഭരണനിർവഹണത്തിൽ സർക്കാർ സ്വീകരിച്ച സുതാര്യ നടപടികൾ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള വിദേശ പത്രങ്ങളിൽ പോലും ചർച്ചാ വിഷയമായി. സുതാര്യത സർക്കാരിൻ്റെ അടിത്തട്ടിൽ വരെ എത്തേണ്ടതുണ്ട്. അതിന് സർക്കാർ ഓഫീസുകളിൽ പലവട്ടം കയറിയിറങ്ങിയും പലരുടെ പാദസേവ നടത്തിയും സർക്കാർ ഓഫീസുകളിൽ നിന്ന് ജനങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ കഷ്ടപ്പെട്ട് സാധിച്ചെടുക്കുന്ന ദുസ്സഹമായ അവസ്ഥയ്ക്ക് പരിഹാരമായി സേവന അവകാശ നിയമം നടപ്പിലാക്കുവാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ സമയബന്ധിതമായി ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശമാണ്. സേവനാവകാശ നിയമം വിവരാവകാശ നിയമം പോലെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പാണ്. നൂറ്റാണ്ടുകൾ കൊണ്ട് കേരളം ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ രംഗം വലിയ നേട്ടങ്ങൾ ഈ മേഖലകളിൽ കൈവരിക്കാൻ സാധിച്ചു. കേരള മോഡൽ വികസനം വികസിത രാജ്യങ്ങൾക്ക് പോലും മാതൃകയായിരുന്നു. എന്നാൽ ഈ മേഖലകളെല്ലാം കേരളം പുറകോട്ട് പോയി എന്ന കാര്യം ഗൗരവമായി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഗുരുതരമായ വിഷയങ്ങളിലേക്കും അതിനുള്ള പ്രതിവിധികളിലേക്കും ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ മുദ്രകളായി ഇവ മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ ഒരു സൗഹൃദ കേരളം ഉയർത്തുവാനും അതിക്രമങ്ങൾക്കിരയായവർക്ക് സംരക്ഷണം നൽകാനും അവരെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനും സഹായകരമായ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതാണ്. തൂവൽ സ്പർശം എന്നായിരിക്കും ഈ പദ്ധതി അറിയപ്പെടുന്നത്. നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വീടുകളിൽ ലഭിക്കുന്ന സുരക്ഷിതത്വം വീടിന് പുറത്തും ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളെ അടിച്ചമർത്താൻ സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കും. കേരളത്തിലെ ജനങ്ങൾ സ്വൈര്യമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. സമാധാന ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. നിയമവാഴ്ച ഉറപ്പുവരുത്തണം എന്നാഗ്രഹിക്കുന്നവരാണ്. അവരുടെ ആഗ്രഹം സഫലമാകത്തക്ക വിധത്തിൽ നിയമത്തിൻ്റെ ആ വാഴ്ച ഉറപ്പുവരുത്താനുള്ള കർശനമായിട്ടുള്ള നിയമ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ നിയമം മൂർച്ചയുള്ളതാക്കും. സംഘടിത കുറ്റകൃത്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ എല്ലാ ജില്ലകളിലും പോലീസ് സംവിധാനമുണ്ടാക്കും. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും
മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം വർദ്ധിച്ചു വരുന്നത് നമ്മുടെ ഈ നാടിന് തന്നെ അപമാനകരമായിട്ടുള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ആത്മഹത്യാ നിരക്ക് കൂടുന്നു, വാഹന അപകടങ്ങളുടെ നിരക്ക് കൂടുന്നു. ഇത് കുറച്ചു കൊണ്ടുവരാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട അവസരമാണ്. സാമൂഹ്യ തിന്മകൾക്കെതിരായ പോരാട്ടം എല്ലാവരും ഉൾപ്പെടുന്ന വൻപിച്ച ബഹുജന മുന്നേറ്റമാകണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളും ഫ്ലാറ്റ് തട്ടിപ്പ് പോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളും മണി ചെയിൻ പോലുള്ള തട്ടിപ്പുകളും സെൽഫോൺ ഉപയോഗിച്ച് നടത്തുന്ന തെറ്റായ പ്രവർത്തനങ്ങളും കർശനമായി അമർച്ച ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത്തരം മോഡേൺ കുറ്റകൃത്യങ്ങളെ പുതിയ സാങ്കേതിക വിദ്യകളുൾപ്പെടെയുള്ള എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് ശക്തമായി നേരിടുന്നതാണ്. സ്വൈര്യമായും സമാധാനപരമായും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങളുടെ അവകാശമാണ്. ജനകീയ പ്രശ്നപരിഹാരത്തിന് സമരം ചെയ്യാനുള്ള അവകാശത്തെ ഗവൺമെൻറ് അംഗീകരിക്കുന്നു. പക്ഷേ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അവകാശങ്ങൾ ദംശിച്ചും വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടും നിയമം കയ്യിലെടുത്തും നടത്തുന്ന സമരങ്ങളെ ഒരു സാഹചര്യത്തിലും അംഗീകരിക്കില്ല. ഏത് പ്രശ്നത്തെപ്പറ്റിയും കേൾക്കാനും ചർച്ചകളിലൂടെ പരിഹാരമുണ്ടാക്കാനും സർക്കാർ എപ്പോഴും സന്നദ്ധമായിരിക്കും. വിട്ടുവീഴ്ച മനോഭാവവും സഹിഷ്ണുതയും ദൗർബല്യമായി കരുതി അക്രമാസക്തമായ സമരങ്ങളിലൂടെ സർക്കാരിനെ ഭീഷണിപ്പെടുത്തുവാനുള്ള ഒരു ശ്രമവും അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ കഴിഞ്ഞ ദശകങ്ങളിൽ വളരെയേറെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ സംസ്ഥാനമാണ് നമ്മുടേത്. 10 മടങ്ങ് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരം നമ്മുടെ മുന്നിലൂടെ ഒലിച്ചുപോയി. പക്ഷേ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഒരു പാർട്ടിയുടെയോ ഒരു മുന്നണിയുടെയോ മാത്രം കാര്യമല്ല, മറിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പൊതു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇവിടെ പിറന്നു വീഴുന്നവരും പിറക്കാനിരിക്കുന്നവർക്കും ഈ നാടിൻ്റെ ഭാഗധേയത്തിൽ പങ്കുണ്ട്. വികസനവും കരുതലുമെന്ന UDF അജണ്ട എല്ലാവരെയും വിശ്വാസത്തിലെടുത്തും സഹകരിപ്പിച്ചും യോജിപ്പിച്ചും നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞവരെയും ചോരയും നീരും നൽകിയവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ സ്മരണകൾ ഇന്നൊരു ദിവസം മാത്രമല്ല, മറിച്ചെന്നും നമ്മുടെ ഉള്ളിൽ പാറിക്കളിക്കേണ്ടതാണ്. കഴിഞ്ഞ തലമുറയുടെ സുഹൃതങ്ങളാണ് നാം ഇപ്പം അനുഭവിക്കുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, ഈ നാടിനു വേണ്ടി നാം എന്ത് സുഹൃതം ചെയ്തുവെന്ന് സ്വയം ചോദിക്കാനും ഈ അവസരം വിനിയോഗിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്.